ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞാൻ ഒരു അടിപൊളി ഉണക്കസ്രാവ് കറിയായിട്ടാണ് വന്നുള്ളത് കേട്ടാ. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കി നോക്കിയാലോ. നമ്മളെ ഉണക്കസ്രാവ് ഉണ്ടല്ലേ, ഞാനിത് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിരുന്നു കേട്ടോ, അതിൻ്റെ ഉപ്പ് രസമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഉണക്കസ്രാവൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ, എല്ലാവർക്കും നല്ല ഇഷ്ടമല്ല ഉണ്ടാവും ഉണക്കസ്രാവിനോടൊക്കെ. അപ്പോൾ ഞാൻ രണ്ടെണ്ണം മേടിച്ചിരുന്നു ഇതുപോലത്തെ. അപ്പോൾ ഒരെണ്ണം ഞാൻ വറുത്തു, ഒരെണ്ണം പിന്നെ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ തോന്നി ഇന്ന് നല്ലൊരു കറി ഉണ്ടാക്കാൻ തോന്നി. അതാണ് അപ്പോൾ ഉണ്ടാക്കാൻ നിന്നപ്പോൾ എനിക്ക് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വീഡിയോ ചെയ്യാൻ തോന്നി. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇട്ടത്. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയണ പോലെ പറയാണ്, എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് എല്ലതും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. പിന്നെ കറി വയ്ക്കാൻ നമുക്ക് ഇത്ര മതിയല്ലോ, ഒരുപാടൊന്നും കറിയിലിടണ്ടല്ലോ. നമുക്ക് അതിൻ്റെ കറിക്കൊരു ചൊവ വരാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ കുറച്ച് നാളികേരം ചിരവെടുക്കാൻ പോവാം കേട്ടോ. ഈ മുറി മുഴുവനൊന്നും ചിരവണില്ല കേട്ടോ, കുറച്ച് നാളികേരം ഇടണുള്ളൂ, ഒരുപാടൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ചിരവെടുക്കാം. അപ്പോൾ ഇത് എത്ര ചിലവ് എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരുപാട് എടുത്തിട്ടില്ല കേട്ടോ. ആ മുറി മുഴുവൻ എടുത്തിട്ടില്ല, അത് എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് അധികം നാളികേരം വേണ്ട വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം മുളകും പൊടിയാണ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ 2 സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുതുതായിട്ട് പൊടിപ്പിച്ച മുളകും പൊടിയാണ്, എരിവൊക്കെ എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഞാനൊരു 1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിതാ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ ഞാൻ ഒരു 1/2 സ്പൂണ് നമ്മളെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നാളികേരം നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കട്ടെ, ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. നമ്മൾ എത്രത്തോളം കറി ഉണ്ടാക്കണോ അതിനനുസരിച്ച് നാളികേരം കൂട്ടി കൊടുക്കുക വെച്ചാൽ കറി കൂടുതലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ പ്ലേറ്റ് ഒന്ന് കഴുകിയിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പതുക്കെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ നാളികേരമൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഞാനൊരു തക്കാളിയും 4 പച്ചമുളകും പിന്നെ ഒരു കഷ്ണം സബോളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചട്ടിക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളം കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഫുള്ളായി കാണാൻ ശ്രമിക്കണം കേട്ടോ. ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ കൂട്ടുകാരുണ്ടാവും, അവരൊക്കെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ ചാനലുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഇതേ ഒരു കഷ്ണം സബോളി ഉണ്ട്, അതും കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതേ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കണ്ട, അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവാം കേട്ടോ. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. പുളി കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഒരുപാട് പുളിയൊന്നും എടുത്തിട്ടില്ല, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു. നമുക്ക് നമ്മളെ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം കൂടി വെച്ച് കൊടുക്കണ്ടേ. ഇതിൽ അരപ്പുണ്ടാകുമല്ലോ, അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ഒഴിച്ച് സെറ്റാക്കി കൊടുക്കാം. ഇത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളെ മീനിൽ ഉപ്പുണ്ടല്ലോ, അത് നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് ഞെരടി ചേർത്ത് കൊടുക്കുമ്പോഴല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാവും കറിയൊക്കെ. അപ്പോൾ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ശേഷം നമ്മളെ മീനിട്ട് കൊടുക്കാം കേട്ടോ. മീനിട്ട് കൊടുക്കാൻ പോവുകയാണേ. ഇനി നമുക്കത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ഒന്ന് കിടന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മളെ കറിയൊക്കെ തിളച്ച് നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടാ.
നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഉണക്കസ്രാവിൻ്റെ മണമൊക്കെ നല്ലൊരു അടിപൊളി സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ നല്ല വറ്റട്ടോ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളെ കറിയൊക്കെ നല്ല തിളച്ച് പറ്റി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഉള്ളി വറുത്തിട്ട് കൊടുക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അപ്പം ഞാൻ എങ്ങനെ ഉപ്പൊക്കെ ഉണ്ടാകുമെന്ന് നോക്കി നോക്കട്ടെ കേട്ടോ. ഉപ്പ് കുറച്ചെല്ലാം ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഒരു തരി കുറവാട്ടാ, അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ അത് അത്രയും കൂടി ഉപ്പിടുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ഉപ്പ് കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല, കുറഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ. അപ്പം ഇനി നമുക്ക് ഉള്ളി വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ചട്ടിയൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അത് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഉള്ളിയൊക്കെ ഏകദേശമൊക്കെ മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നല്ലോണം കളറ് ഗോൾഡൻ കളറാവട്ടെ. അപ്പോഴല്ലേ നന്നായി കറക്റ്റായി മൂക്കുള്ളൂ. ഉള്ളിയൊക്കെ ഏകദേശം മൂപ്പായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി കറിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണക്കസ്രാവ് കിട്ടുമ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. ഇനി ഉണക്കസ്രാവ് അത്ര കറി മാത്രമല്ല കേട്ടോ, ഞാൻ കുറച്ച് ഉണക്കമാന്തളും കൂടിയും ചോറിലേക്ക് വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് അങ്ങോട്ട് വറുത്തെടുക്കാം, എന്നാലല്ലേ നമുക്കൊരു ചോറിലേക്കൊരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് രണ്ടും മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ടാകും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണക്കമാന്തൽ ഒക്കെ വറുത്തെടുക്കുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കാറുണ്ട് കൂടെ. നല്ലൊരു ടേസ്റ്റായിട്ട് അങ്ങനെ ഉണക്കമാന്തലൊക്കെ വറുത്തെടുക്കുമ്പോൾ. വെള്ളമുണ്ട്, അതുകൊണ്ട് പൊട്ടി തെറിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഉണക്കമീനൊക്കെ. ചില ആൾക്കാർക്ക് പച്ചമീൻ മാത്രമേ ഇഷ്ടമുണ്ടാവുള്ളൂ അല്ലേ. പക്ഷെ എനിക്ക് ഉണക്കമീൻ ഉണ്ടെങ്കിൽ ഞാൻ വയറ് നിറയെ ചോറ് കഴിക്കും, അത്രയും ഇഷ്ടമാണ്. അതൊക്കെ പരത്തി കൊടുത്തു. ഇനി നമുക്ക് രണ്ട് പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കട്ടോ. അത് മതി. ഇനി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും എരിവൊക്കെ ഉണക്കമീൻ പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉണക്കമീൻ സെറ്റായിട്ടുണ്ട് കേട്ടോ, നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പച്ചമുളക് കീറിയിടാതെയാണ് ഉണക്കമീൻ വറുക്കണമെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് പച്ചമുളക് കീറിയിട്ട് വറുത്തോളൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ സ്രാവ് കറിയൊക്കെ എല്ലാവരും കണ്ടില്ലേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.